നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്ഥാനാർത്ഥികൾ ഇന്ന് പിടിച്ചു. അമേരിക്കയിലെ ചികിത്സയ്ക്ക് ശേഷം KPCC പ്രസിഡന്റ് കെ സുധാകരൻ കേരളത്തിലെത്തി. അസുഖമില്ല, പൂർണ്ണ ആരോഗ്യവാൻ. ലോക്സഭാ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ 10 ദിവസത്തിനകം തീരുമാനം. കെ സുധാകരൻ അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയപ്പോൾ KPCC പ്രസിഡന്റ് കസേര സ്വപ്നം കണ്ട നേതാക്കൾ കുറവല്ല. ചികിത്സയും വിശ്രമവുമായി ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരെ ആ സ്ഥാനത്ത് തുടരാമെന്നും പലരും വ്യാമോഹിച്ചു. അതെല്ലാം തടയിട്ട് കുട്ടപ്പനായി അമേരിക്കയിലെ ചികിത്സയ്ക്ക് ശേഷം KPCC പ്രസിഡന്റ് കെ സുധാകരൻ കേരളത്തിലെത്തി. അസുഖമില്ലെന്ന് കണ്ടെത്തിയെന്നും കെ സുധാകരൻ പറഞ്ഞു. ലോക്സഭാ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ 10 ദിവസത്തിനകം തീരുമാനമാകുമെന്നും KPCC പ്രസിഡന്റ് അറിയിച്ചു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന തീരുമാനം ആരോഗ്യ പ്രശ്നങ്ങൾ കണക്കിലെടുത്തിട്ടല്ലെന്നും ഇരട്ട പദവി എന്ന കാരണം കൊണ്ടാണെന്നും കെ സുധാകരൻ വിശദീകരിച്ചു. കണ്ണൂരിലും ആലപ്പുഴയിലും ആര് മത്സരിക്കുമെന്ന് 10 ദിവസത്തിനകം തീരുമാനിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പരമാവധി സിറ്റിംഗ് MP-മാർ തന്നെ മണ്ഡലങ്ങളിൽ മത്സരിക്കും. കോൺഗ്രസിൽ സ്ഥാനാർത്ഥികൾക്ക് ക്ഷാമമില്ല. മത്സരിക്കാൻ കെൽപ്പുള്ള കൊലകൊമ്പന്മാർ പട്ടികയിലുണ്ടെന്ന് പറഞ്ഞ കെ സുധാകരൻ സ്ഥാനാർത്ഥി നിർണയത്തിൽ പാർട്ടിക്ക് ആശങ്കയില്ലെന്നും കൂട്ടിച്ചേർത്തു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പരമാവധി സിറ്റിംഗ് MP-മാരെ മത്സരിപ്പിക്കുമെന്ന KPCC പ്രസിഡന്റ് കെ സുധാകരൻ വ്യക്തമാക്കി കഴിഞ്ഞു. US-ൽ ചികിത്സയ്ക്കായി പോയ കെ സുധാകരൻ ഇന്നലെ കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ മടങ്ങിയെത്തിയപ്പോൾ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു. അധിക ചുമതലകൾ ഉള്ളതിനാൽ താൻ മത്സരിക്കുന്നില്ല. താൻ ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവാനാണെന്നും അസുഖമില്ലെന്ന് കണ്ടെത്തിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 25 ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് കെ സുധാകരൻ തിരിച്ചെത്തിയത്. ഇന്നലെ രാത്രി 8 മണിയോടെ അബുദാബി വഴി ഇത്തിഹാദ് എയർലൈൻസിലാണ് കൊച്ചിയിലെത്തിയത്. സുധാകരന്റെ ഭാര്യയും ഒരു സ്റ്റാഫും കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് തൃശൂരിൽ നിന്ന് വന്ദേ ഭാരത് എക്സ്പ്രസിൽ കണ്ണൂരിലേക്ക് തിരിക്കും. വിമാനത്താവളത്തിൽ ബെന്നി ബഹനാൻ MP, അതുപോലെ അൻവർ സാദത്ത് MLA, M ലിജു എന്നിവരുടെ നേതൃത്വത്തിൽ പാർട്ടി പ്രവർത്തകർ കെ സുധാകരനെ സ്വീകരിച്ചു. കണ്ണൂരിലും ആലപ്പുഴയിലും ആര് മത്സരിക്കണമെന്ന് 10 ദിവസത്തിനകം തീരുമാനിക്കുമെന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. മുസ്ലിം ലീഗിന്റെ അധിക സീറ്റ് ആവശ്യത്തിൽ ചർച്ച നടന്നിട്ടില്ല. ഘടകകക്ഷികളുമായി നല്ല സൗഹൃദത്തിലാണ് കോൺഗ്രസ്. അവരുമായി എല്ലാം സുതാര്യമായ ചർച്ച നടക്കും. സ്ഥാനാർത്ഥി നിർണയത്തിൽ പാർട്ടിക്ക് ആശങ്കയില്ല. താൻ മത്സരിക്കില്ലെന്ന തീരുമാനം ആരോഗ്യ പ്രശ്നങ്ങൾ കണക്കിലെടുത്തല്ല, ഇരട്ട പദവി മൂലമാണ്. താൻ പൂർണ്ണ ആരോഗ്യവാനാണ്. കുറച്ച് സംശയങ്ങളുണ്ടായിരുന്നു. അമേരിക്കയിലെ മെഡിക്കൽ പരിശോധനയിൽ ആശങ്ക തീർന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മകളും എക്സാലോജിക് കമ്പനി ഉടമയുമായ വീണ വിജയനെതിരായ കേസിൽ സത്യസന്ധമായ അന്വേഷണം പൂർത്തിയാകുമോ എന്നത് സംശയമാണ്. CPM BJP കൊടുക്കൽ വാങ്ങൽ സജീവമാണെന്നും അദ്ദേഹം ആരോപിച്ചു. രാഹുൽ ഗാന്ധിയുടെ ഉപദേശപ്രകാരമാണ് US-ൽ വിദഗ്ധ ചികിത്സയ്ക്കായി പോയത്. കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ കൂടിയായ കെ സുധാകരന്റെ മടങ്ങിവരവ് കോൺഗ്രസിന് പുത്തൻ ഊർജം പകരുമെന്നതിൽ സംശയമില്ല. കെ സുധാകരന്റെ സാന്നിധ്യം കോൺഗ്രസിന് എന്നും മുതൽക്കൂട്ടാണ്. കെ സുധാകരൻ അധ്യക്ഷ പദവി ഏറ്റെടുത്ത ശേഷം കേരളത്തിൽ കോൺഗ്രസ് താഴെ തട്ടു മുതൽ തിരിച്ചുവരവിന്റെ പാതയിലാണ്. KPCC ബ്ലോക്ക്, മണ്ഡലം, ബൂത്ത് തലത്തിൽ പുനഃസംഘടനകൾ നടത്തി പാർട്ടിയെ കൂടുതൽ ചലനാത്മകമാക്കി മാറ്റി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.